ഇനിയും മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗങ്ങൾക്ക് കർത്താവിൽ മരുന്നുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ഈ ചാനലിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പ്രാർത്ഥനകൾ ഉണ്ട്. അത് കാണുക, അത് പ്രാർത്ഥിക്കുക, അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. തീർച്ചയായും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ ചാനലിൽ പ്രാർത്ഥനകളുണ്ട്. അത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇന്ന് നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ശരീരം ദൈവത്തിൻ്റെ ദാനമാണ്. ആ ശരീരത്തിൽ ദൈവത്തിൻ്റെ ശ്വാസം നിലനിൽക്കുന്നതിനാൽ നാം ഇന്ന് ജീവിക്കുന്നു. കർത്താവ് നൽകിയ ശരീരത്തിന് രോഗം ബാധിച്ച ഭാഗങ്ങളിൽ കർത്താവിൽ അതിന് മരുന്നുണ്ട്. കർത്താവിൻ്റെ വചനമാണ് മരുന്ന്. ഇനിയും വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. ഏത് രോഗത്തിനും ദൈവത്തിൽ മരുന്നുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനം ഇന്ന് മനുഷ്യന് നൽകപ്പെടാൻ വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ നിങ്ങളുടെ രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏത് ശരീരഭാഗത്തിൽ ആണ് നിങ്ങൾക്ക് രോഗം ബാധിച്ചിരിക്കുന്നത്? നീരുവീഴ്ച, നടക്കാൻ പറ്റാത്ത അവസ്ഥ, ആക്സിഡന്റ് വന്ന് കൈകാലുകൾക്ക് ക്ഷതമേറ്റിരിക്കുന്ന അവസ്ഥ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതു ഭാഗത്താണോ രോഗം ബാധിച്ചിരിക്കുന്നത് ആ ഭാഗത്ത് കൈകൾ വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം നിങ്ങളിലേക്ക് കടന്നു വരുന്ന സമയമാണ്. ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ കർത്താവ് പ്രവർത്തിക്കുന്ന സമയമാണ്. കർത്താവ് രോഗികളെ സുഖപ്പെടുത്താൻ പോകുന്ന പ്രാർത്ഥനയാണ് ഇത്. ഇപ്പോൾ നിങ്ങളുടെ ശരീരഭാഗത്ത് ഏത് ഭാഗത്താണോ നിങ്ങൾ വേദന അനുഭവിക്കുന്നത്, രോഗബാധിതമായ ശരീരഭാഗം നിങ്ങൾ കരം കൊണ്ട് സ്പർശിച്ച് യേശു നാമത്തിൽ കുരിശടയാളം വരച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. വിശ്വസിക്കൂ, കർത്താവിൽ നിങ്ങൾക്ക് അത്ഭുത സൗഖ്യമുണ്ട്. വിശ്വാസത്തോടെ രോഗം സൗഖ്യപ്പെടാൻ വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിനു മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അലഞ്ഞു നടക്കുന്ന ആടുകളെ പോലെ ആയിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ ഓരോ രോഗാവസ്ഥയിൽ കിടക്കുന്നവരെ ഞാൻ സമർപ്പിക്കുന്നു. കൈകാലുകൾക്ക് ക്ഷതമേറ്റ്, ശരീരത്തിന് ക്ഷതമേറ്റ്, ശരീരത്തിൽ അമിതമായ വേദനയുള്ള ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തല മുതൽ പാദം വരെയുള്ള ഓരോ ശരീരഭാഗത്തെയും ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, പ്രത്യേകമായി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ച ഓരോ വ്യക്തിയെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു, ഹൃദ്രോഗികളെ സമർപ്പിക്കുന്നു, കിഡ്നി രോഗികളെ സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലുകൾക്ക് ക്ഷതം സംഭവിച്ചവരെ സമർപ്പിക്കുന്നു. രക്തബാധിതമായ രോഗാവസ്ഥയിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. സന്ധിബന്ധങ്ങളിലുള്ള വേദന സമർപ്പിക്കുന്നു. ചർമ്മരോഗികളെ സമർപ്പിക്കുന്നു. ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഉള്ള വേദന സമർപ്പിക്കുന്നു. ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തുമുള്ള വേദന സമർപ്പിക്കുന്നു.
രക്ത ഓട്ടക്കുറവുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തലച്ചോറിൽ രോഗബാധിതരായുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നു. രക്തം കട്ട പിടിച്ചു കിടക്കുന്ന അസുഖമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ചെറുതും വലുതുമായ രോഗം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിൽ കിടക്കുന്ന എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വൈദ്യ ചികിത്സ കൈവിട്ട രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ ജ്ഞാനം എല്ലാ മക്കളിലേക്കും അയച്ചു കൊടുക്കണമേ. പ്രത്യേകിച്ച് മരുന്ന് ഇനിയും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന് എതിരെ നീ പ്രവർത്തിക്കണമേ, നീ പോരാടണമേ. കർത്താവേ, ശരീരത്തെ സംരക്ഷിക്കേണ്ട കോശങ്ങളെ അത് മനസ്സിലാക്കി കൊടുക്കണമേ. ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് നീ ഇന്ന് അറിവ് പകർന്നു കൊടുക്കണമേ. നല്ല കോശങ്ങളെ തിരിച്ചറിയാൻ ഉള്ള കൃപ കൊടുക്കണമേ. ശരീരത്തെ സംരക്ഷിക്കേണ്ട കോശങ്ങളെ അതിന് പ്രേരിപ്പിക്കണമേ. കർത്താവേ, ശരീരത്തിൻ്റെ ഏത് കോശങ്ങളിലാണോ രോഗം ബാധിച്ചിരിക്കുന്നത് ആ കോശങ്ങളിലേക്ക് നിന്റെ ജീവൻ ഇപ്പോൾ ഒഴുക്കണമേ. നിന്റെ തിരുരക്തം ഇപ്പോൾ ആ കോശങ്ങളെ കഴുകി വിശുദ്ധീകരിക്കട്ടെ. ഈശോയെ, നിന്റെ ജ്ഞാനം ഇപ്പോൾ പ്രവർത്തിക്കട്ടെ. എല്ലാ രോഗികൾക്കും ഉള്ള രോഗത്തിനുള്ള ശമനം ലഭിക്കുന്നതിന്, രോഗത്തിന് പരിപൂർണ സൗഖ്യം ലഭിക്കുന്നതിന് ആവശ്യമായ മരുന്ന് ഇപ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ കർത്താവെ നീ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ഓരോ മകനെയും മകളെയും ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല കർത്താവെ. ഏത് രോഗത്തിനും പ്രതിവിധി നിന്നിലുണ്ട്. ദൈവമേ, നീയാണ് ഞങ്ങളുടെ സൗഖ്യം. നിന്റെ വചനമാണ് സൗഖ്യം. നിന്റെ മുറിവുകളാലാണ് ഞങ്ങൾ സൗഖ്യപ്പെടുന്നത്. നിന്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാലാണ് രോഗികൾ സൗഖ്യപ്പെട്ടത്. നിന്റെ സഹനത്താലാണ് ഞങ്ങൾ സൗഖ്യപ്പെട്ടത്. അതിനാൽ ഇപ്പോൾ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു രോഗവും ഇല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീയാണ് മരുന്ന്, ഞങ്ങളുടെ മരുന്നും ലേപന ഔഷധവും നീ തന്നെ. എന്നാൽ നീ വചനമായ ക്രിസ്തുവാണ്. ഇപ്പോൾ തന്നെ എല്ലാ രോഗികളിലേക്കും നിന്റെ അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗികളുടെ ഓരോ കോശങ്ങളിലേക്കും ജീവൻ കടന്നു വരട്ടെ. കർത്താവേ, ശരീരത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന, യുദ്ധം ചെയ്യുന്ന കോശങ്ങളെ ഇപ്പോൾ തന്നെ നീ ശാസിക്കണമേ. ശരീരത്തെ സംരക്ഷിക്കേണ്ട കോശങ്ങൾ അത് ചെയ്യാത്തപ്പോൾ നീ ആ കോശങ്ങളെ ശാസിച്ച് ദൈവമേ, ശരീരത്തെ സംരക്ഷിക്കേണ്ട കോശങ്ങൾ അതാതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഇപ്പോൾ തന്നെ നീ ഇടപെടണമേ. മനുഷ്യ ശരീരത്തിലേക്ക് നിന്റെ ശക്തി കടന്നു വരട്ടെ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ചിരിക്കുന്ന എല്ലാ ശരീരത്തെയും ഇപ്പോൾ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നിന്റെ ശക്തി അവരുടെ മേൽ അയക്കണമേ. ശരീരത്തെ സംരക്ഷിക്കേണ്ട കോശങ്ങൾ അതിന് തിരിച്ചറിവ് നൽകി ശരീരത്തെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ശക്തി നൽകി, ബോധ്യം നൽകി, ജ്ഞാനം നൽകി ഓരോ കോശങ്ങളെയും നീ ഇപ്പോൾ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അമിതമായ വേദനയിൽ കഴിയുന്ന ഓരോ രോഗികളിലും നിന്റെ സമാധാനം ഇപ്പോൾ നിറയ്ക്കണമേ. നിന്റെ സമാധാനം കൊണ്ട് എല്ലാ രോഗികളെയും ഇപ്പോൾ നിറയ്ക്കണമേ. തല മുതൽ പാദം വരെയുള്ള ഓരോ കോശങ്ങളിലേക്കും ദൈവത്തിൻ്റെ നിത്യജീവനും സമാധാനവും സന്തോഷവും കടന്നു വരട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ഇപ്പോൾ ഓരോ കോശങ്ങളും നിറയട്ടെ. കർത്താവേ, എല്ലാ രോഗികൾക്കും ഇപ്പോൾ ആശ്വാസവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ ദുഃഖിക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികൾക്കും മരുന്നും ഔഷധവുമായി ഇപ്പോൾ നീ കടന്നു വരണമേ. സൗഖ്യമായി, അത്ഭുത വിടുതലായി, രക്ഷയായി നീ കടന്നു വരണമേ. രോഗികളെ ഇപ്പോൾ തന്നെ നിന്റെ അത്ഭുതകരം സ്പർശിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗപീഠകളും വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗികളുടെ ശരീരത്തിൽ നിന്ന് വേദന വിട്ടുപോകട്ടെ. എല്ലാ രോഗാണുക്കളും യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാക്കപ്പെടട്ടെ.
കർത്താവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ശരീരത്തിൻ്റെ സംരക്ഷിക്കേണ്ട കോശങ്ങൾക്ക് ദൈവജ്ഞാനം കൊണ്ട് നിറയട്ടെ, വിവേകം കൊണ്ട് നിറയട്ടെ. യേശുവേ, നിന്റെ ശക്തി ഇപ്പോൾ എല്ലാ രോഗികളിലേക്കും, പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗികളിലേക്കും യേശുവിൻ്റെ ജ്ഞാനം പകരട്ടെ. കർത്താവിൻ്റെ സൗഖ്യം കടന്നു വരട്ടെ, അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ. ഈശോയെ, ഇപ്പോൾ ആശുപത്രികളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ICUയിലും വെന്റിലേറ്ററിലുമായി കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരണത്തോട് മല്ലടിച്ചിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തളർവാദ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപകടം കാരണം ശരീരത്തിന് ക്ഷതമേറ്റ് നടക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആശുപത്രികളിലായിരിക്കുന്ന എല്ലാ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റ് സ്ഥാപനങ്ങളിലായിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിന്റെ അത്ഭുത കരം അവരെ സ്പർശിച്ച് എല്ലാ രോഗബാധിതരെയും നീ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ശക്തിയുണ്ട്. നീതിമാന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കുന്നു എന്ന വചനം ഇപ്പോൾ നീ ഓർക്കണമേ. നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീതിമാനായ കർത്താവായ യേശുവേ, നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ചിരിക്കുന്ന രോഗികളിലേക്ക് അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ. അവർ സുഖപ്പെടട്ടെ. എല്ലാ രോഗികളും സൗഖ്യം സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യം പെടട്ടെ. യേശുവിൻ്റെ രക്തം എല്ലാ രോഗികളെയും മേൽ ഇപ്പോൾ അവരെ നീതീകരിക്കട്ടെ. കർത്താവേ, നീതിമാനായി നീ മാത്രമേ ഉള്ളൂ. നീതിമാനായി നീ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അതിനാൽ നീതിയുടെ രക്തം ഇപ്പോൾ എല്ലാ രോഗികളിലേക്കും തളിക്കപ്പെടട്ടെ. അവർ വിശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലാ രോഗാണുക്കളും വിട്ടുപോകട്ടെ. യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ കോശങ്ങളിൽ നിന്ന് രോഗാണുക്കൾ വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തിരു രക്തം കൊണ്ട് എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, നിന്റെ നാമത്തിന്റെ മഹത്വം എല്ലാ രോഗികളുടെ മേലും അയക്കണമേ. അവർ സൗഖ്യപ്പെടട്ടെ. അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ രോഗികൾക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളുടെ കണ്ണുനീർ നീ കാണണമേ. ദൈവമേ, ഏതെങ്കിലും പൂർവിക പാപശാപങ്ങളോ ഞങ്ങളുടെ തന്നെ പാപങ്ങളോ കുറവുകളോ ആണ് എങ്കിൽ, ഏതെങ്കിലും ദുഷ്ടശക്തികളുടെ ആധിപത്യമാണ് ഈ രോഗത്തിന് കാരണമെങ്കിൽ, ഏതെങ്കിലും മന്ത്രവാദമോ ദുഷ്ടബന്ധനങ്ങളോ ആണ് ഈ രോഗത്തിന് കാരണമെങ്കിൽ, ആരുടെയെങ്കിലും ശാപവാക്കുകളോ പ്രവർത്തനങ്ങളോ ആണ് ഈ രോഗത്തിന് കാരണമെങ്കിൽ, യേശു നാമത്തിൽ ഞാനിപ്പോൾ അതിനെയെല്ലാം ഖണ്ഡിക്കുന്നു. അത് മാറിപ്പോകട്ടെ, നിർവീര്യമായി പോട്ടെ. യേശുവേ, നിന്റെ മക്കൾക്കെതിരെ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഞാൻ യേശു നാമത്തിൽ ആട്ടിപ്പായിക്കുന്നു. മനുഷ്യ ശരീരത്തെ കീഴടക്കിയിരിക്കുന്ന എല്ലാ രോഗാണുക്കളെയും യേശു നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. വിട്ടുപോകുക. കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. അത്ഭുത സൗഖ്യമുണ്ടാകട്ടെ. കർത്താവേ, ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് എല്ലാ രോഗികളിലേക്കും നീ ഇത് എത്തിക്കണമേ. അത്ഭുത സൗഖ്യവും വിടുതലും നൽകണമേ. ഏതെങ്കിലും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങളിലേക്ക് ഈ പ്രാർത്ഥന നീ എത്തിച്ചു കൊടുക്കണമേ. ദൈവമേ, ഈ പ്രാർത്ഥനയോടൊപ്പം നിന്റെ ചൈതന്യവും സൗഖ്യവും അത്ഭുതവും കടന്നു ചെന്ന് ഇത് പ്രാർത്ഥിക്കുന്നവരിലേക്ക്, ഇത് കേൾക്കുന്നവരിലേക്ക്, അവരുടെ ഭവനം, അവരുടെ സ്ഥലം എല്ലാം വിശുദ്ധീകരിക്കപ്പെട്ട് അത്ഭുത സൗഖ്യമുണ്ടാകട്ടെ. ഇത് അയച്ചു കൊടുക്കുന്നവരുടെ മേലിലേക്ക്, ഈ പ്രാർത്ഥന കിട്ടുന്ന ഓരോ വ്യക്തികളിലേക്കും അത്ഭുത സൗഖ്യമുണ്ടാകട്ടെ എന്ന് യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവമേ, രോഗികളെ സൗഖ്യപ്പെടുത്തിയ കർത്താവേ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് മരുന്ന് കണ്ടുപിടിച്ച കർത്താവേ, നീ തന്നെ മരുന്നായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി സൗഖ്യം നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് കോടാനുകൂടി സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥനയെ
അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥന ഈ ലോകം മുഴുവനും വ്യാപരിക്കുന്നതിനും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തികളെ, അവരുടെ ഭവനങ്ങളെ, സ്ഥലത്തെ എല്ലാം, അവരുടെ രോഗബാധിതമായ ശരീരത്തെ എല്ലാം അത്ഭുത സൗഖ്യവും വിടുതലും രക്ഷയും പ്രാപിക്കുന്നതിന് അമ്മേ മാതാവേ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ചിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും മാതാവേ നീ പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം എല്ലാ രോഗികളെയും, പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ചിരിക്കുന്ന രോഗികൾക്ക് അത്ഭുതകരമായ സൗഖ്യം നൽകട്ടെ. പൂർണ്ണ ആരോഗ്യം നൽകി പുതിയ ജീവിതം നൽകി അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ രോഗികൾക്കും ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അത്ഭുത സൗഖ്യമുണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും എല്ലാ രോഗികളിലേക്കും വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇത് നിർബന്ധമായും നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് രോഗികളായവർക്ക് ഈ പ്രാർത്ഥന എത്താൻ തക്ക വിധം നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക. അതിൻ്റെ പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കും. ആമേൻ.